വർഷം 60,000-ത്തിലധികം വീടുകൾ, മാസം 600-ഓളം, ദിവസം 30-ഓളം വീടുകൾ. ഒരു കുടുംബത്തിൽ ശരാശരി 4 അംഗങ്ങൾ എന്ന് കണക്കാക്കിയാൽ എത്ര ലക്ഷം മനുഷ്യർക്കാണ് തലചായ്ക്കാൻ ഈ സർക്കാർ ഒരു ഇടമൊരുക്കിയത്? 2011 മുതൽ 16 വരെ 4000 വീടുകൾ പോലും ഈ നാട്ടിൽ പണിതു കൊടുത്തിട്ടില്ലാത്ത കൂട്ടർക്ക് ഒരു ഒളുപ്പമില്ലാതെ എങ്ങനെയാണ് ഒരു ജനതയാകെ ആക്ഷേപിക്കാനാകുന്നത്? ഇനി ഒരു 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് തന്നെ ഉണ്ടാകുമോ എന്ന വിഭ്രാന്തിയാണ് സതീശനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നതെങ്കിലും പറയുന്നതിന് മുൻപ് KPCCയും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകൾ എവിടെയെന്നെങ്കിലും പറയണ്ടേ വി ഡി സതീശൻ? പാവങ്ങളുടെ കണ്ണീരിന് വില പറഞ്ഞ് പിരിച്ച പണം മുക്കി അതിന്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുന്നവർക്ക് അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊള്ളുന്നുണ്ടല്ലേ? കേരളം ലോകത്തെ 2ാമത്തെ മാത്രം അതിദാരിദ്ര്യമുക്ത പ്രദേശമാകുമ്പോൾ സർക്കാരിനോടൊപ്പം UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ലേ? പ്രഖ്യാപനം തട്ടിപ്പാണെങ്കിൽ ആ തട്ടിപ്പിനപ്പോൾ നിങ്ങളും കൂട്ടുനിന്നോ? അധികാരത്തിലിരിക്കുമ്പോൾ സ്വന്തം കീശ നിറയ്ക്കുന്നതിനപ്പുറം പാവപ്പെട്ട മനുഷ്യനെ കൂടി ചേർത്ത് നിർത്തണം. അപ്പോൾ ഇത്തരം നെറികെട്ട രാഷ്ട്രീയം പറയേണ്ടി വരില്ല. സർക്കാർ പദ്ധതികളെ ആകെ ആക്ഷേപിക്കുന്നു, പെൻഷനെ ആക്ഷേപിക്കുന്നു, പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ആക്ഷേപിക്കുന്നു, ആദിവാസി ജനതയെ ആക്ഷേപിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്ന ദാരുണമായ മനോനിലയാണ്. പഠിച്ചു മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം?